ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു തക്കാളി ചട്നീൻ്റെ റെസിപ്പി കണ്ടാലോ? ഇഡ്ഡലീൻ്റെ കൂടി അതുപോലെ തന്നെ ദോശേൻ്റെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ് ഇത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തന്നെ നല്ലോണം പഴുത്ത 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു സവാളേൻ്റെ പകുതിയും എടുത്തിട്ടുണ്ട്. 2 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അത് തന്നെ ഞാനിതാ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിൽ ഏതായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്കും ഞാൻ ആദ്യം തന്നെ തക്കാളിയും ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. തക്കാളി ഉള്ളിയും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഉപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് ടൈം എടുക്കൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. ഇപ്പം ഇതാ തക്കാളികളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളി ഉള്ളിയൊക്കെ. ഇനി നമുക്ക് ഇതിലോട്ട് ആദ്യം നമ്മൾ എടുത്ത് വെച്ച ആ ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഓവറായി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കുത്തലുണ്ടാവും കേട്ടോ. നോക്കിയിട്ട് വേണം, എത്ര വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിതാ ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഇതിന് ഒരുപാട് എരിവൊന്നും ആവശ്യമില്ല. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിന് ശേഷം ഒരു 1/4 ടീസ്പൂണിൽ കുറവായിട്ട് കായപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ എന്തായാലും നല്ലൊരു ഫ്ലേവർ തന്നെ ചട്നിക്ക് കിട്ടും. അതുകൊണ്ട് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം അതിൻ്റെ ആ ഒരു റോ ഫ്ലേവറൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതാ ഇവിടെ ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം കേട്ടോ. വെള്ളം വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ഈ ചട്നി ഇവിടെ നന്നായിട്ട് പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും ഇതാ സ്റ്റൗവിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ചതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിലൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോഴത്തേക്കും ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലോട്ട് ഒരു 2 കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു 2 വറ്റൽമുളകും കൂടെ കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് അരച്ച് വെച്ച ചട്നിയും കൂടി ഇതിലോട്ട് ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മൾ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരുപാട് സമയമൊന്നും വേണ്ട. അതുപോലെ ഇഡ്ഡലീൻ്റെ കൂടെ ദോശേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ് ഇത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. ഇഷ്ടപ്പെട്ട എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്